ആയിക്കോട്ടെ, ഞാൻ വിളിക്കാനേ പള്ളിയിൽ പോകാൻ നിൽക്കാൻ വന്നിട്ട് വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി. പ്രവാസേ എന്നെ ഫൈസൽ വിളിച്ചിരുന്നു. ഏതാണ് മറ്റെന്താ പോൻ്റെ എവിടത്തേന്? നെല്ലിപ്പുഴക്കുള്ളതല്ലേ? നെല്ലിപ്പുഴക്കുള്ള ഫൈസലേ ഓൻ വിളിച്ചിരുന്നു. ഓനൊക്കെ ഇപ്പം ഇനിയും വിളിച്ചിരുന്നു. ഓന് ഗൾഫിൽ നിന്നൊക്കെ വന്നപ്പോൾ നമ്മളെ മെയിൻ ചെയ്തിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ വിളിച്ചത്? എന്തോ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ട്. വിളിച്ചിരുന്നോ? കുത്തിത്തിരിപ്പിന്റെ ഒന്നല്ല, കായ് വേണ്ടി വരും പോകാനായിട്ടുണ്ടാവും. കായ് കടം ചോദിച്ചാൽ അതിന് വേണ്ടി വിളിച്ചാവും തന്നെയാണ്. ഞാൻ എന്നെ വിളിച്ചാൽ എടുക്കൂല. ഓനെ വന്നപ്പോൾ നമ്മള് വിളിച്ചപ്പോൾ അവൻ്റെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടാ ഫുള്ള് കറക്കായിരുന്നു. കായ് കഴിഞ്ഞിട്ടുണ്ടോ എന്നെ അതന്നെയായിരിക്കുന്ന സംഭവം എന്നെ. ഓ എന്താ എങ്ങനെ പറയാ, എന്തെങ്കിലും തരാണ്ടോ? രണ്ടാൾ ഫോൺ എടുക്കാത്ത എന്താണ്? എത്രയോ വിളിച്ചു. നിങ്ങൾ വിളിച്ചിരുന്നല്ലേ? ഞാൻ നിങ്ങളെ കാണാതെ വിളിച്ചിറക്കുന്നു. ഞാനേ സംഭവം എന്തിനാ നിങ്ങൾ വിളിച്ചിരുന്നു? ഞാനിപ്പോൾ എന്താ പറയുക, പ്രവാസിയായിട്ട് ഇപ്പോൾ ഇറങ്ങി വന്നതല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊരു ഉറപ്പില്ല. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ കുറച്ച് പൈസ തിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ച്. പൈസ തിരിച്ചാണോ? ഫുള്ള് ടൈറ്റിലായിരിക്കും പ്രവാസേ. എന്തേലും തിരിച്ചു ശരിയായി കൊടുക്ക്. നടക്കും. പൈസ തിരിച്ചിട്ട് നടക്കൂല. ആണ് ഇവരെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ തിരിച്ചാ അത് മതിയോ? എടാ പിന്നെ പ്രവാസി അയാൾക്ക് ആരും കടം തരില്ല. അവിടുന്ന് ഇവിടെ വന്ന് ഇറങ്ങിയ എന്ന് വന്നു എന്നാ പോണെന്നാ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഉള്ളിലുള്ളൊരു പിടച്ചിലുണ്ടല്ലോ. നമുക്ക് ആരും 10 പൈസ ഇല്ല, നമുക്ക് അങ്ങോട്ട് കൊടുക്കാനേ അറിയുള്ളൂ. ആരും ഇങ്ങോട്ട് തരില്ല. പ്രവാസിയല്ലേ, കിട്ടില്ല എന്ന് പേടിയാണ്. അപ്പോൾ ഓക്കേടാ, ഒന്ന് വിഷമിച്ചു എന്ന് വിചാരിക്കണ്ട. ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഞാൻ വേറെ എന്തെങ്കിലും ശരിയായിക്കോളാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫോൺ എടുക്കാത്തിനൊന്നും വിചാരിച്ചോ? ഇല്ലല്ല, കുഴപ്പമില്ല. തിരക്കായിട്ടായിരുന്നു. എന്ത് വർത്താനാ ഫൈസലിനോട് പറഞ്ഞു? ഓന്നും അല്ലെങ്കിൽ ഒരു പ്രവാസിയല്ലേ, അങ്ങനെ പറയാൻ പറ്റും? ഒരു വിഷമായിട്ടുണ്ടാവും അവല്ലേ. അവസ്ഥ അല്ലേ, കണ്ണടച്ച് പറയുമ്പോഴേ അറിയുള്ളൂ. അതെ, വേണ്ടിയതില്ല.